വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിശ്വാസിയുടെ അധികാരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 5-ാം വാക്യം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിന് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും ഉണ്ടെന്ന് മത്തായി 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ അവനെ അധികാരത്തോടും ആധിപത്യത്തോടും കൂടി സൃഷ്ടിച്ചു. അവൻ മനുഷ്യന് സ്വന്തം പ്രതിച്ഛായയും സാദൃശ്യവും നൽകി. അവനെ ഒരു ജീവനുള്ള ദേഹിയാക്കി. അവന്റെ മഹത്വത്താൽ അവനെ കിരീടമണിയിച്ചു. ദൈവമക്കൾ അവർ ആരാണെന്നും കർത്താവ് അവർക്ക് എന്ത് അധികാരമാണ് നൽകിയതെന്നും എന്ത് ശക്തിയും ആധിപത്യവും അവരെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും അറിഞ്ഞിരിക്കണം. അധികാരത്തിൽ നിന്നാണ് അധികാരം ഒഴുകുന്നത്. വൈദ്യുതി നോക്കുക. പവർ സ്രോതസ്സിൽ നിന്ന് ബൾബുകൾ പ്രകാശിപ്പിക്കുന്നു, ഫാനുകളെ കറക്കുന്നു, താപനില നിലനിർത്തിക്കൊണ്ട് റെഫ്രിജറേറ്ററുകളിൽ ഭക്ഷണം സംരക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ അധികാരവും ആധിപത്യവും ശക്തിയും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിലൂടെ വരുന്നു. ആദാം പാപത്തിലൂടെ സാത്താന് കൈമാറിയ അധികാരവും ആധിപത്യവും വീണ്ടെടുക്കാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ക്രിസ്തു ശത്രുവിന്റെ തല തകർത്തു. അവന്റെ മേൽ നമുക്ക് അധികാരം നൽകി. അതിനാൽ ആദ്യം നിങ്ങൾക്ക് അധികാരവും ആധിപത്യവും ശക്തിയും നൽകുന്ന യേശുക്രിസ്തുവിനെ അറിയുക. അവൻ എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്, എല്ലാത്തിനെയും നിലനിർത്തുന്നവൻ, എല്ലാം സംരക്ഷിക്കുന്നവൻ. അവന് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും ഉണ്ടെന്ന് മത്തായി 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു. ഓരോ ആത്മാവും ഭരണാധികാരികൾക്ക് വിധേയമാകട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു അധികാരവുമില്ല. നിലവിലുള്ള അധികാരികൾ ദൈവത്താൽ നിയമിക്കപ്പെടുന്നു എന്ന് റോമർ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു. നെബൂഖദ്നേസറിന് അധികാരവും ആധിപത്യവും ഉണ്ടായിരുന്നു. എന്നാൽ ആ അധികാരം തനിക്ക് നൽകിയ കർത്താവിനെ അവൻ അംഗീകരിച്ചില്ല. അവൻ അഭിമാനിക്കുകയും സ്വയം ഉയർത്തുകയും ചെയ്തപ്പോൾ അവൻ തന്റെ സിംഹാസനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. അവൻ കന്നുകാലികളെ പോലെ പുല്ലു തിന്നു. അവന്റെ നഖങ്ങൾ ഒരു പക്ഷിയുടെ നഖങ്ങൾ പോലെ വളർന്നു. മഞ്ഞിലൂടെയും ചൂടിലൂടെയും അവൻ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു. സ്വർഗത്തിൽ നിന്നുള്ള ഒരു ശബ്ദം പ്രഖ്യാപിച്ചു, മനുഷ്യരാജ്യത്തിൽ അത്യുന്നതൻ ഭരിക്കുകയും അവൻ തിരഞ്ഞെടുക്കുന്നവർക്ക് അത് നൽകുകയും ചെയ്യുന്നതുവരെ 7 തവണ നിങ്ങളുടെ മേൽ കടന്നു പോകും എന്ന് നിങ്ങൾ അറിയുന്നതുവരെ. ഇത് ദാനിയേൽ 4-ാം അധ്യായം 32-ാം വാക്യത്തിലും വീണ്ടും സ്വർഗം ഭരിക്കുന്നുവെന്നറിഞ്ഞതിനു ശേഷം നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുമെന്ന് ദാനിയേൽ 4-ാം അധ്യായം 26-ാം വാക്യത്തിലും പറയപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങൾ പരമോന്നത അധികാരത്തെ തിരിച്ചറിയുകയും അതിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളെ മറ്റു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും നിങ്ങളെ പലരുടെയും മേൽ ഭരണാധികാരിയാക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യാക്കോബ് 1-ാം അധ്യായം 17-ാം വാക്യം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള അച്ഛാദാനമോ ഇല്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 12-13 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 22-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.